ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സവാളയൊക്കെ വഴറ്റി സമയം കളയേ വേണ്ട, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ കാണുക. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൻ്റെ ഓപ്ഷൻസിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറി, ആർക്കും തയ്യാറാക്കാവുന്ന ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. കുക്കറിലാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരുമിച്ച് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചേർക്കുന്നതാണെങ്കിൽ കരിഞ്ഞു പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയും 1 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ 2 വലിയ സവാളയൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ സവാള ചേർത്തിട്ട് ഈ പൊടികളുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സവാളയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെക്കാം. 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 4 വിസിൽ വന്നു. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് ഒന്നുകൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട കറിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് കറിയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. താല്പര്യമില്ലെങ്കിൽ ഗരം മസാല തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും, കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഗ്രേവി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു മുട്ടക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സെർവ് ചെയ്യുന്നത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ്. അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയ അപ്പാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ്. ഇതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്